നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് വിശ്വാസങ്ങളെക്കുറിച്ച് പറയാനാണ്. നമ്മുടെ പൂർവികന്മാർ പല വിശ്വാസങ്ങളെക്കുറിച്ച് നമുക്ക് പറയാറുണ്ട്. എന്താണ് വിശ്വാസം? പല പല വിശ്വാസങ്ങൾ പറയാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് നടന്നതിന് ശേഷം കുളിക്കുക, നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും, അങ്ങനെ പല വിശ്വാസങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറ ചിന്തിക്കാറുണ്ട്, എന്താണ് ഈ വിശ്വാസം? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ, ഇതിനൊക്കെ എന്ത് പ്രാധാന്യം കൊടുക്കണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു ശാസ്ത്രീയമായ വശമുണ്ട്. സാധാരണ ഇഴജന്തുക്കൾ കടിച്ചാൽ ഒരു ദിവസം മുഴുവനും ഭക്ഷണം വർജിക്കുക എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇഴജന്തുവിൽപ്പെട്ടതാണല്ലോ നമ്മുടെ നീർക്കോലിയും. അപ്പോൾ നീർക്കോലി കടിച്ചാലും ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഈ ഇതിൽ നമുക്ക് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്ന് പറയുമ്പോൾ വേറൊരു ശാസ്ത്രീയമായൊരു വശമുണ്ട്. നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് പല രീതിയിലുള്ള ആളുകളുമുണ്ട്. വളരെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും വളരെ ഉന്നത നിലവാരം പുറത്തുന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ നമ്മളപ്പോൾ നമ്മുടെ താഴെയുള്ള ഒരു സാധാരണക്കാരനോട് നമ്മൾ വളരെ മോശമായിട്ട് പെരുമാറിയാലും അവർക്കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു മിഥ്യാധാരണയൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാവും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിൽ ഈ സാധാരണക്കാരന് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ അത്താഴം മുടങ്ങും, നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്ന് പറയുന്നതിലൊരു സാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളാരും നിസ്സാരക്കാരനല്ല. ഒരു ചെറിയൊരു ജീവിതത്തിൽ നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റും.